നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സെപ്റ്റംബർ 14 തീയതി കേരള ബോക്സ് ഓഫീസ് പെർഫോം ചെയ്യുന്ന എത്ര സിനിമകളുണ്ട്, അവ എത്ര ദിവസമായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു, എത്രയാണ് അവർ നേടിയ കളക്ഷൻ, കേരള ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് നീങ്ങുന്നവരും സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നവരും അപ്രതീക്ഷിതമായി കേരള ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുന്നതും ആരൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇതുവരെ ഈ ചാനൽ സബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ എത്രയും പെട്ടെന്ന് സബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നിങ്ങളുടെ സബ്ബാണ് എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് മുന്നോട്ട് പോകാൻ ഏറ്റവും അത്യാവശ്യം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തീർച്ചയായും നമ്മൾ ആദ്യം പറയുന്നത് ലോക എന്ന ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ്. ദുൽഖർ സൽമാൻ നിർമ്മിച്ച് നെസ്ലൻ, കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചിട്ടുള്ള ലോക എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ തരംഗമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. റിലീസ് ചെയ്ത് 17 ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലോക എന്ന ചിത്രം നേടിയത് 84 കോടി രൂപയാണ്. അത് ഒരിക്കലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര സംഖ്യയല്ല. കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രം മാസീവ് ഹോൾഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇത്ര വലിയൊരു കളക്ഷൻ. മാസീവ് ഹോൾഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രമല്ല, ഈ സിനിമയ്ക്ക് റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ട് എന്നതുകൂടിയാണ് ഈ വലിയൊരു കളക്ഷൻ നമ്മോട് പറയുന്നത്. എങ്ങും പോസിറ്റീവ് റിവ്യൂ ലഭിച്ചിരുന്ന ഈ ചിത്രത്തിന് യൂത്ത് ഓഡിയൻസും ഫാമിലി ഓഡിയൻസും റിപ്പീറ്റ് ഓഡിയൻസും കൂടി വലിയൊരു ഹിറ്റിലേക്കാണ് കേരള ബോക്സ് ഓഫീസിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ള ഒരു സംശയം, കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ഈ ചിത്രം 100 കോടി നേടുമോ എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ലോക എന്ന ഈ ചിത്രം 100 കോടി നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ട്രേഡ് അനലിസ്റ്റുകളും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി പുതിയ റിലീസുകൾ ഉണ്ടാകുകയും തുടർന്ന് കോമ്പറ്റീഷൻ വരികയും ചെയ്യുകയാണെങ്കിൽ പോലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം 100 കോടി നേടും എന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വെറൈറ്റി സബ്ജക്റ്റുകൾ, വെറൈറ്റി ചിത്രങ്ങൾ നിർമ്മിക്കാനായി ഈ വലിയ വിജയം ദുൽഖർ സൽമാൻ എന്ന പ്രൊഡ്യൂസർക്ക് കോൺഫിഡൻസ് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തത് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ, മാളവിക മോഹൻ, സംഗീത് പ്രതാപ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. ലോകയെ പോലെ തന്നെ 17 ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ ഹൃദയപൂർവ്വം എന്ന ചിത്രം എത്തിയിട്ട് ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഹൃദയപൂർവ്വം എന്ന ചിത്രം സ്വന്തമാക്കിയത് 36 കോടി 60 ലക്ഷം രൂപയാണ്. സിമ്പിൾ ഫാമിലി സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈൽ കൊണ്ട് മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ മനം കവർന്നിരിക്കുകയാണ്. ടിക് റെസ്പോൺസ് പൊതുവെ ഡീസന്റ് ആയിരുന്നു. ഫാമിലി ഓഡിയൻസിന്റെ, അതായത് റിപ്പീറ്റഡ് ഫാമിലി ഓഡിയൻസിന്റെ വലിയൊരു സപ്പോർട്ട് ഈ ചിത്രം ഇപ്പോഴും സ്റ്റഡി കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായകരമായിട്ടുണ്ട്. ലോക എന്ന ചിത്രത്തിനടക്കം പിടിച്ചു നിന്നു എന്നത് വലിയ കാര്യം തന്നെയാണ്. ഏതായാലും വേൾഡ് വൈഡ് ആയിട്ട് 50-60 കോടിക്ക് മുകളിൽ ഈ ചിത്രം നിലവിൽ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കൃത്യമായി പറഞ്ഞാൽ 36 കോടി 60 ലക്ഷം, അതായത് ഏതാണ്ട് 37 കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഒരു ഫാമിലി ചിത്രമായ പൂർവ്വം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഹൃദയപൂർവ്വം എന്ന ചിത്രം 50 കോടി കളക്ഷൻ നേടുമോ എന്നുള്ളതാണ്. പൊതുവെ ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് അതിന് സാധ്യത കുറവാണ് എന്നാണ്. എന്തായാലും നല്ല വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അടുത്തത് ഹോളിവുഡ് ഹൊറർ ഫ്രാഞ്ചൈസിയായ കോഞ്ചറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് എന്ന ചിത്രത്തെ കുറിച്ചാണ്. കേരള ഓഡിയൻസ് ഹൊറർ ചിത്രത്തെ ഏറെ സ്നേഹിക്കുന്നവരാണ്, സ്വീകരിക്കുന്നവരാണ്. പക്ഷേ ഈ ഭാഗം അത്ര മികച്ചതായി തോന്നിയില്ല എന്നാണ് ചിത്രം കണ്ട പലരും നമ്മോട് ഷെയർ ചെയ്ത വിവരങ്ങൾ. കഴിഞ്ഞ 9 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം ഈ സിനിമ കളക്ട് ചെയ്തത് 2 കോടി 54 ലക്ഷം രൂപയാണ്. ഒരു ഹോളിവുഡ് സിനിമയെ സംബന്ധിച്ചിടത്തോളം കേരള ബോക്സ് ഓഫീസിൽ 2 കോടി 54 ലക്ഷം എന്നത് ഒരിക്കലും ഒരു ചെറിയ സംഖ്യയല്ല. ഈ ചിത്രത്തിന് ഇനീഷ്യൽ ഹൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ വേർഡ് ഓഫ് മൗത്ത് ആവറേജ് ആയതോടെ കളക്ഷനിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഫ്രാഞ്ചൈസിക്ക് കേരളത്തിൽ വലിയ ആരാധകരുണ്ടെങ്കിലും ലാസ്റ്റ് റൈറ്റ്സ് വേണ്ടത്ര പ്രേക്ഷകരെ ആകർഷിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് അർജുൻ അശോകൻ ലീഡ് റോളിൽ എത്തുന്ന തലവര എന്ന ചിത്രത്തെ കുറിച്ചാണ്. കഴിഞ്ഞ 23 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന തലവര എന്ന ചിത്രം
ഇതേവരെ നേടിയത് 2,30,00,000 രൂപയാണ്. ചിത്രം റിലീസായി ആദ്യ ആഴ്ചയിൽ മികച്ച പ്രതികരണം ഉണ്ടായെങ്കിൽ പോലും രണ്ടാമത്തെ ആഴ്ചയിൽ ലോക പോലെയുള്ള വലിയൊരു ഹിറ്റ് വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഈ ചിത്രത്തിനുള്ള റെസ്പോൺസ് പൊതുവെ കുറഞ്ഞു വന്നു. ഒരിക്കലും ഈ ചിത്രം ഒരു മോശം സിനിമയല്ല, വളരെ മികച്ചൊരു സിനിമയാണ്. പക്ഷേ ലോകവുമായുള്ള കോമ്പറ്റീഷൻ ഒരു പക്ഷേ ഈ ചിത്രത്തെ അല്പം താഴ്ത്തിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അർജുൻ അശോകൻ പോലെ കേരളത്തിൽ അത്യാവശ്യം വാല്യുള്ള ഒരു നടൻ അഭിനയിച്ചിട്ടും ഈ ചിത്രത്തിന്റെ പ്രമോഷൻ അത്ര മികച്ചതായി തോന്നിയിട്ടില്ല. പലപ്പോഴും പ്രമോഷൻ കുറവായി തോന്നി. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഫാമിലി ഓഡിയൻസിലേക്ക് ഈ ചിത്രം ഇതുവരെ എത്താൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. AR മുരുകദോസ് സംവിധാനം ചെയ്ത് ശിവകാർത്തികൻ നായകനായ മദ്രാസി എന്ന ചിത്രത്തെക്കുറിച്ചാണ്. തമിഴ്നാട്ടിൽ ഈ ചിത്രത്തിന് ഡീസന്റ് റണ്ണിങ് ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ അത്ര പോലെ വേണ്ടത്ര ഈ വിജയം മുന്നേറിയിട്ടില്ല. തുറന്നു പറഞ്ഞാൽ കേരള ബോക്സ് ഓഫീസിൽ മദ്രാസി എന്ന ചിത്രം ഒരു സ്ട്രഗിൾ ഫേസിലാണ്. 9 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് കേവലം 2,40,00,000 രൂപ മാത്രമാണ്. ശിവകാർത്തികനെ പോലെ ഒരു സ്റ്റാർ മെറ്റീരിയൽ ഉണ്ടായിട്ടും ഈ ചിത്രം കേരളത്തിൽ വേണ്ടത്ര കുതിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ ചിത്രത്തിന്റെ കേരളത്തിലെ എൻഗേജ്മെന്റ് അത്രത്തോളമുണ്ട്. ഡെമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ വ്യക്തിപരമായി പറഞ്ഞാൽ വളരെയേറെ സർപ്രൈസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കളക്ഷന്റെ കാര്യത്തിൽ കേരള ബോക്സ് ഓഫീസുമായി താരതമ്യം ചെയ്യുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ളത്. അനിമേ ചിത്രത്തിന് ഇത്ര വലിയൊരു ഓപ്പണിംഗ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. വ്യക്തിപരമായി അനിമേ ഫാൻ എന്ന നിലയ്ക്ക് വളരെ സന്തോഷവാനുമാണ്. ആദ്യത്തെ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയത് 1,84,00,000 രൂപയാണ്. ഓർക്കുക, ഒരു അനിമേ ചിത്രമാണ്. ഈ ചിത്രത്തിന് ഇത്ര വലിയൊരു എൻഗേജ്മെന്റ് കേരളത്തിൽ ഉണ്ടായി എന്നത് അനിമേ ചിത്രത്തിന് അത്രത്തോളം ആരാധകരുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ ഈ ചിത്രം ഹൗസ്ഫുൾ ആയാണ് റൺ ചെയ്യുന്നത്. യൂത്തിന്റെയും അനിമേ ഫാൻസിന്റെയും മാസ് റെസ്പോൺസ്. ദിസ് തിങ് ഈസ് പ്രൂവ് വൺ തിങ്, കേരള ഓഡിയൻസ് എക്സ്പെരിമെന്റൽ കണ്ടന്റിനും അനിമേ കൾച്ചറിനും സ്വീകരണം നൽകിയിരിക്കുന്നു തന്നെയാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ സ്ക്രീനുകളുടെ എണ്ണം കൂടിയാൽ കേരള ബോക്സ് ഓഫീസിൽ ഇൻഫിനിറ്റി കാസിൽ ചരിത്രം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് മിറായ് എന്ന തെലുങ്ക് ചിത്രത്തെ കുറിച്ചാണ്. ഒരു ഫാന്റസി അഡ്വഞ്ചർ യൂത്ത് ടാർഗറ്റഡ് ഫിലിമായ ഈ ചിത്രം ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് 15 ലക്ഷം രൂപയോളമാണ്. അത്യാവശ്യം ഡീസന്റ് ആയ സിനിമയായിട്ടും എന്തുകൊണ്ടായിരിക്കും കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ നിൽക്കുന്നത് എന്ന് ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായത് ഇതിന്റെ പ്രൊമോഷൻ കേരളത്തിൽ വളരെ കുറവായിരുന്നു എന്ന് തന്നെയാണ്. അത് വ്യക്തമായി കളക്ഷന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ മികച്ച അഭിപ്രായങ്ങൾ ഈ ചിത്രത്തെക്കുറിച്ച് പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് വഴി പബ്ലിസിറ്റി കയറി ഒരു പക്ഷേ അടുത്ത ആഴ്ചയോടെ ചിത്രം ബൂസ്റ്റ് ആവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിലവിലെ അവസ്ഥയിൽ മിറായ് എന്ന ചിത്രം കേരളത്തിൽ ഹെവി സ്ട്രഗിൾ ആണ് ചെയ്യുന്നത്. മിഡ് നൈറ്റ് ഓഫ് മുള്ളംകൊല്ലി. ബിഗ് ബോസ് ഫെയിം അഖിൽ മാരാർ നായകനായി അഭിനയിച്ച ഈ ചിത്രം 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ നേടിയത് 4,50,000 രൂപ മാത്രമാണ്. ഇത്ര കുറഞ്ഞൊരു എൻഗേജ്മെന്റിന് കാരണം തിയേറ്റർ പ്രസൻസ് വളരെ കുറവായിരുന്നു എന്നാണ് പലരും പറയുന്നത്. പക്ഷേ അതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഹെവി സ്ട്രഗിൾ സ്റ്റേജിൽ തന്നെയാണ് മിഡ് നൈറ്റ് ഓഫ് മുള്ളംകൊല്ലി എന്ന ചിത്രം നിൽക്കുന്നത്. ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ലോക എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് കുതിക്കുകയാണ്. ഹൃദയപൂർവ്വം എന്ന ലാലേട്ടൻ ചിത്രം വിജയിച്ചിരിക്കുന്നു. എങ്കിൽ പോലും ആ ചിത്രം ഇപ്പോഴും സ്റ്റഡി കളക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു ചില്ലറ കാര്യമല്ല. ഡെമൺ സ്ലെയർ എന്ന ചിത്രം കേരള ഓഡിയൻസിന്റെ എനിമേ ക്രേസ് കാരണം കേരള ബോക്സ് ഓഫീസിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കഞ്ചറിങ്, തലവറ, മദ്രാസി, മുള്ളംകൊല്ലി കടുത്ത സ്ട്രഗ്ലിംഗ് ഫേസ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിലെ ഒരവസ്ഥ. അടുത്ത ആഴ്ചയോടുകൂടി പുതിയ കുറച്ച് ചിത്രങ്ങൾ കൂടി ബോക്സ് ഓഫീസിലേക്ക് എത്തുകയാണ്. ലോക 100 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടാനാകുമോ? ഹൃദയപൂർവ്വം എന്ന ചിത്രം 50 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമോ? എല്ലാം കൂടി വെയിറ്റ് ആൻഡ് വാച്ചിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദയവായി കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോക്കായി നമ്മളെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.